കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല, കേൾക്കുന്നതെല്ലാം സത്യമാകണമെന്നില്ല, ചെയ്യുന്നതെല്ലാം സത്യമാകണമെന്നില്ല, പറയുന്നതെല്ലാം സത്യമാകണമെന്നില്ല. സത്യം ഒന്നു മാത്രം. ഇൻസൈറ്റ്, ദ ട്രൂ അനാലിസിസ്. നിമിഷപ്രിയയുടെ മോചനവും കേരളത്തിലെ ഒറ്റുകാരും. യമനിലെ കോടതി വിധിച്ച വധശിക്ഷയിൽ നിന്നും മലയാളി നഴ്സ് നിമിഷപ്രിയ താൽക്കാലികമായി രക്ഷപ്പെട്ടിട്ട് മണിക്കൂറുകൾ മാത്രമേ ആയുള്ളൂ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ളവരുടെ ഇടപെടലിലൂടെ നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നതിൻ്റെ സന്തോഷം മതേതര സാഹോദര്യ കേരളത്തിന് വലിയ പ്രതീക്ഷകളും ആശ്വാസവുമാണ് സമ്മാനിച്ചിട്ടുള്ളത്. താരതമ്യേന പ്രാകൃതവും മനുഷ്യാവകാശങ്ങൾക്ക് വിലകൽപ്പിക്കത്തുമായ ഒരു ഭരണ നിയമ വ്യവസ്ഥ നിൽക്കുന്നിടത്ത് പെട്ടുപോയ ഒരു മലയാളി യുവതിയുടെ ജീവൻ രക്ഷിക്കുന്നതിനായി നമ്മുടെ നാട് സർവവും മറന്ന് പ്രയത്നിക്കുന്നതിനിടയിൽ ഈ ശ്രമങ്ങളെയെല്ലാം പതിയിരുന്ന് ആക്രമിക്കുന്ന ചില ഒറ്റുകാരും നമുക്കിടയിലുണ്ടെന്ന് തെളിവായിരിക്കുകയാണ്. നമസ്കാരം, ഞാൻ NA മുഹമ്മദ്. ഇൻസൈറ്റിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാത്തിലും ഒന്നല്ലെങ്കിൽ മറ്റു തരത്തിൽ വർഗീയ പ്രചാരണത്തിലുള്ള വേദി കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്ക് വീണ് കിട്ടിയ ഒരേടായി ഇത് മാറിയെങ്കിലും മറ്റൊരു വിഷയത്തിലും കാണാത്ത ഒരുമ ഇതിൽ വർഗീയ താല്പര്യക്കാരിൽ കാണാൻ സാധിക്കും. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയുടെ വക്താക്കളുടെ സ്വരം ഒന്നാണെന്ന് നിമിഷപ്രിയ വിഷയം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇതിനിടയിൽ മതവിരോധികളെന്ന് പറഞ്ഞു നടക്കുന്ന ചിലരുടെ ഇരട്ട താപ്പുകളും കൃത്യമായി പുറത്തു വരുന്നുണ്ട്. നിമിഷപ്രിയയുടെ മോചനം ആദ്യഘട്ടങ്ങളിൽ സർക്കാർ തലത്തിലായിരുന്നു നീങ്ങിയിരുന്നത്. ഹൂതികളുടെ അധീനതയിലുള്ള യമനിലെ സനയിൽ നിന്നുമുള്ള നിമിഷയുടെ മോചനം കേന്ദ്ര സർക്കാർ തലത്തിൽ അതീവ ദുർഘടമായിരുന്നു. എന്നാൽ യമനിലെ സൂഫി പണ്ഡിതരെ ഇടനിലക്കാരാക്കി കൊല്ലപ്പെട്ട യുവാവിൻ്റെ കുടുംബവുമായി സംസാരിക്കാനുള്ള ശ്രമങ്ങൾ കാന്തപുരം ആരംഭിച്ചതോടെയാണ് പ്രതീക്ഷകൾ ഉയർന്നു തുടങ്ങിയത്. എന്നാൽ അതേസമയം കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടലിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ നിമിഷപ്രിയക്കെതിരെയുള്ള പ്രചരണം ഒരു വിഭാഗം ആരംഭിച്ചിരിക്കുകയാണ് എന്നതാണ് വളരെ ഖേദകരം. സംഘപരിവാർ അനുകൂലികളും തീവ്ര ക്രിസ്ത്യൻ സംഘടനയായ കാസിയും തീവ്ര മുസ്ലിം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും ഏതാനും യുക്തിവാദികളുമെല്ലാമാണ് ഇപ്പോൾ നിമിഷപ്രിയക്കെതിരെ ഒന്നിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് കാണുന്നത് കാസയുടെ നിലപാടിലാണ്. നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഒരിക്കൽ വായിച്ച കാസയാണ് കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെട്ടുള്ള മോചനത്തിന് പിന്നാലെ നേരെ യൂ-ടേൺ അടിച്ചിരിക്കുന്നത്. നേരത്തെ അബ്ദുറഹീമിൻ്റെ മോചനത്തിന് വേണ്ടി പണം പിരിക്കുന്ന വേളയിലായിരുന്നു നിമിഷയെ പിന്തുണച്ച് കാസ രംഗത്തെത്തിയത്. കോടികൾ കൊടുത്ത് റഹീമിനെ ഇറക്കാൻ ആളുണ്ട്, നിമിഷപ്രിയയ്ക്കായി പിരിക്കാൻ ഒരാൾക്കും താല്പര്യമില്ല എന്നായിരുന്നു 2024 ഏപ്രിൽ 12 കാസ ഫേസ്ബുക്കിൽ നടത്തിയ പ്രതികരണം. ഞമ്മൻ്റെ ആള് ചാവാൻ പോയപ്പോൾ എന്താ കേരളത്തിൽ പുകില് എന്ന തീർത്തും വർഗീയമായ പരാമർശമായിരുന്നു കാസയുടെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ഇന്നലത്തെ കാസയുടെ നിലപാടാകട്ടെ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. നിമിഷപ്രിയയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനോട് ഒരു തരത്തിൽ യോജിക്കാനാവില്ല എന്നാണ് കാസ പ്രസിഡന്റ് കെവിൻ പീറ്ററുടെ അഭിപ്രായം. മാത്രവുമല്ല, കൂട്ടത്തിൽ കാന്തപുരത്തിനെ ഇകഴ്ത്താനും കെവിൻ മറന്നിട്ടില്ല. കാന്തപുരം ഉസ്താദിനെ ഒരു നന്മപരമാക്കിക്കൊണ്ട് തുടങ്ങിയ കോലാഹലങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. സത്യത്തിൽ ഞായറാഴ്ച വധശിക്ഷ നീട്ടിവെച്ച തീരുമാനത്തിൽ കാന്തപുരത്തിൻ്റെ യാതൊരുവിധ ഇടപെടലുകളും ഉണ്ടായിട്ടില്ല എന്നാണ് വാസ്തവം എന്നായിരുന്നു കെവിൻ്റെ പ്രതികരണം. ഇതിനിടയിൽ സംഘപരിവാറിൻ്റെ വക്താവായി പ്രത്യക്ഷപ്പെടുന്ന ശ്രീജിത്ത് പണിക്കറിനെയും ഹിന്ദു ഐക്യവേദി നേതാവ് ശശികലയുടെയും നിലപാടുകളും സമാനം തന്നെ. വാക്കുകൾക്ക് വ്യത്യാസമുണ്ടെങ്കിലും ഇത്തരം രാജ്യങ്ങളിൽ അമിത സ്വാധീനമുണ്ടെന്ന് പറയുന്നവരെ രാഷ്ട്രം നിരീക്ഷണത്തിൽ വയ്ക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു എന്ന മുന്നറിയിപ്പും ശശികല നൽകുന്നുണ്ടെന്ന് ശ്രദ്ധിക്കണം. എക്സ് മുസ്ലിം എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആരിഫ് ഹുസൈനും ഇതേ പാറ്റേണിൽ തന്നെയാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ ഒന്നാം പ്രതി ഇസ്ലാം തന്നെയാണ്. അത് തുറന്നു പറയുന്നവരെ അളക്കാൻ നിന്നിട്ടോ ചാപ്പയടിച്ചിട്ടോ കാര്യമില്ല. സാധാരണ മുസ്ലിമിനെ ഉത്ബുദ്ധരാക്കുകയാണ് വേണ്ടത്. നിമിഷ രക്ഷപ്പെടണം, ഒരു സംശയവുമില്ല. അതിന്
രാജ്യാന്തര നയതന്ത്ര വഴികളാണ് വേണ്ടത്. നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഇയാൾ കാന്തപുരത്തിനെതിരെയും ഇസ്ലാം മതത്തിനെതിരെയും ഈ വിഷയങ്ങളിൽ മാത്രം പങ്കുവച്ചിരിക്കുന്നത്. കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബങ്ങളോടൊപ്പം അഭിമുഖം നടത്തി അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് അവിടെയുള്ള യുവാക്കളുടെ പ്രതിഷേധത്തിന് എരുത്തിയിൽ എണ്ണയൊഴിച്ച് നിമിഷപ്രിയയുടെ വധശിക്ഷ നടത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന തീവ്ര വർഗീയ ചിന്താഗതിക്കാരും ഇവിടെയുണ്ട്. മുബാറക് റാവുത്തർ എന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലാണ് പ്രധാനമായും ഇത്തരം പണികളിൽ ഏർപ്പെടുന്നത്. കാന്തപുരത്തിൻ്റെ ഇടപെടലുകളല്ല ഫലം ചെയ്തതെന്നാണ് നിരവധി അഭിമുഖങ്ങളിലൂടെ ഇയാൾ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ഒരു നാടൊന്നടങ്കം എല്ലാ വേർതിരിവുകളും മറന്ന് മനുഷ്യജീവൻ രക്ഷിക്കാനായി പരസ്പരം ചേർന്ന് നിൽക്കുമ്പോഴും ഈ മണ്ണിൽ നിന്ന് ആ ശ്രമങ്ങളെ ഒറ്റുകൊടുക്കുന്നവർ ആരൊക്കെയെന്നത് ജാഗ്രതയോടെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്.